ഓതിക്കോളെ. ഖുൽ അطيعوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه واولا فإن تولوا فإنما عليه ما حمل وعليكم ما حملتم. وإن تولوا فإنما عليه ما حمل وعليكم ما حملتم. شد اللميم ما حملتم. ഊവല്ല ടഹ തൊണ്ടയുടെ നടുവെന്ന് വരണം. മാ ഹുമ്മിൽതും വഅലൈക്കും وعليكم ما حملتم. യെസ്. وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. ബലാഗ് ഏതാ ശരി? ബലാഗ് അല്ലേ? തൊണ്ടയുടെ മേൽഭാഗം ബലാഗുൽ ഗൈനാണ് പുള്ളിയുള്ള ഗൈൻ. إلا البلاغ المبين. yes. وعد الله الذين آمنوا منكم وعملوا الصالحات لا يستخلفنهم في الأرض ليستخلفنهم في الأرض كما استخلف كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم നിർത്തുന്ന സമയത്ത് അല്ലതീ നീട്ടണം, കൂട്ടുന്ന സമയത്ത് നീട്ടണ്ടല്ലോ. കാരണം മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ മദ്ദക്ഷരം ഉച്ചരിക്കില്ല. വലയുമക്കിനന്ന ലഹും നീട്ടിയല്ലോ ഇപ്പൊ. അല്ലദീ ഇർത്തളാന്ന് വേണ്ടാന്ന്. ദീനഹുമുല്ലദിർത്തള. വേറെ എവിടെയാണ്? അല്ല അതാ നോക്കാൻ, പിന്നെ അതാ അത്ര ഓടിയില്ല. പിന്നെ ഞാൻ ഉസ്താദാന്ന് കഴിഞ്ഞിട്ടാണോന്ന് ചോദിച്ചാൽ അവിടെ കണ്ടോന്നില്ല. ഒന്നും കൂടെ ചോദിക്കാം, മനസ്സിലാവാത്ത ചോദിക്കാട്ടോ. മനസ്സിലാവാതെ ഒന്നും ആന്ന് തലയാട്ടേണ്ടതില്ല. മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലായിട്ടാണ് പറയാ. തലയാട്ടി ലാസ്റ്റ് മനസ്സിലാവാണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമല്ല നമുക്ക്. وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. وليمكنن لهم അല്ല وليبدلنهم من
بعد خوفهم أمنا وليبدلنهم من بعد خوفهم أمنا وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة كيمو ولا وآتوا الزكاة وأقيموا ولا وأقيموا قاف ورته قاف وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون وأطيعوا الرسول وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا نون മണിക്ക് معجزين في الأرض ഷദ്ദുള്ള നൂന് മണിച്ചോ لا تحسبن الذين كفروا معجزين في الأرض അർദും മണിക്കണ്ട ഫിൽ അർദ് ഫിൽ അർദ് അത്രേ ഉള്ളൂ അർദ് നാക്കണ്ട ഫിൽ അർദ് ومأواهم النار ولبئس المصير മസീർ എന്ന് വേണം മസീർ നേർപ്പിക്കണം കനിപ്പിക്കണം റായിനെ നേർപ്പിക്കണം കസ്റല്ല സുക്കൂനുള്ള യാവ് വന്നുണ്ട് റായിനിക്ക് മുമ്പ് യാവ് വന്നല്ലോ സുക്കൂനുള്ള യാവ് മദ്ദിന്റെ യാവ് അതെ യാ أيها الذين آمنوا ليستأذنكم الذين لا كسر ലാമിൻ്റെതാണ് ഫത്ഹ് യാഇൻ്റെതാണ് ليستأذن നൂന് കേൾക്കരുത് നമ്മൾ പറഞ്ഞല്ലോ ഇൽഹാറിലല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊന്നും നൂന്റെ മുകളിൽ സുക്കൂനില്ലാത്ത സ്ഥലങ്ങളിലൊന്നും നൂന് കേൾക്കരുത് മണിക്കൽ മാത്രം ليستأذنكم الذين ملكت أيمانكم ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم والذين لم يبلغوا الحلم منكم والذين لم يبلغوا الحلم منكم 3 مرات والذين لم يبلغوا الحلم والذين لم يبلغوا الحلم منكم والذين لم يبلغوا الحلم منكم 3 مرات 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء. നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. കണ്ടോ, നമ്മൾ കുറെ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞല്ലേ ഇപ്പൊ, ഒന്നും കൂടെ. وحين تضعون ثيابكم وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء. Yes. 3 عورات لكم. ഔറാത്തിന്ന് കേൾക്കരുത്. ഷദ്ദുള്ള ലാമല്ല ശേഷം ലാമ് റാ വരുന്ന സമയത്ത് ഷദ്ദുള്ള അക്ഷരമായി മാറും. അത് തൻവീനും കേൾക്കില്ല, സുക്കൂനുള്ള നൂനും കേൾക്കില്ല. ഇദ്ഗാമും ബിലാഗുന്ന, മണിക്കാതെ ഷദ്ദ് ചെയ്ത് ഓതണം. 3 ഔറാത്തിൻ ലക്കും. 3 عورات لكم
ليس عليكم ولا عليهم جناح بعدهن ബഹ്ദല്ലത് ജുനാഹും ബഅദഹുൻ നഅ്ബുദു ഇയ്യാക നഅ്ബുദു നഈനത് ബഅദഹുൻ ജുനാഹും ബഅദഹുൻ جناح بعدهن ബഅദല്ലട്ട ബഅദ ജുനാഹും ബഅദഹുൻ جناح بعدهن ബഅദഹുൻ മണിക്കണം بعدهن طوافون عليكم بعضكم على بعض ഷദ്ദുള്ള നൂന് നിർത്തുന്ന സമയത്ത് എന്താവൂല, പിന്നെ നമ്മൾ കൽക്കലത്ത് നൂന് ഇല്ലാത്തതുകൊണ്ട് ബഅദഹുന്ന് എന്നിടാൻ പാടില്ല. ബഅദഹുന്ന് നിർത്തണം. അത്ര അവിടെ മണിച്ചു നിർത്തണം അല്ലേ? മണിച്ച് നിർത്തണം. മണിച്ചിട്ട് ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ കൽക്കലത്ത് വന്നു പോകും. കൽക്കലത്തില്ലാത്ത അക്ഷരമല്ല. ബഅദഹുന്ന് എന്നാക്കാൻ പറ്റൂല എന്നർത്ഥം. طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. والله عليم حكيم. والله عليم حكيم. Yes. وإذا بلع ബലഅൽനല്ല ബലഅല്ലത് ഗൈനാണ്. ഗൈനായിട്ട് തന്നെ വരണം. وإذا بلع الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم. كذلك يبين അത്ഫാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നടത്താം. കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉപ്പയും ഉമ്മയൊക്കെ കിടക്കുന്ന റൂമിലേക്ക് വരുമ്പോൾ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. എന്ന് പറഞ്ഞാലും ആ മര്യാദയും അച്ചടക്കമൊക്കെ പാലിക്കണം കുടുംബജീവിതത്തിൽ. നമ്മളെ അറിയാമല്ലോ, മക്കളൊക്കെ ഒരു പ്രായം വരെ നമുക്ക് ഒന്നിച്ച് കിടത്താൻ പറ്റും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ. ഒരു പ്രായം കഴിഞ്ഞ് ഒരു പക്വതയൊക്കെ വന്ന് അവർക്ക് ശാരീരികമായ ഉണർവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മക്കളെ വേർപ്പെടുത്തി കിടക്കണം. അവർ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്കോ ബാക്കിയുള്ള ആളെ മുറികളേക്കോ എല്ലാം പോകുന്ന സമയത്ത് സമ്മതം ചോദിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാം മര്യാദയുടെ മതം. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും മര്യാദ പാലിക്കണം. وإذا بلع الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم. يستأذنوا كما استأذن الذين من قبل. രണ്ട് ഹംസ് ഉണ്ട് അവിടെ. ഹംസ് നല്ലോണം ശ്രദ്ധിക്കണം, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. فليستأذنوا كما استأذن الذين من قبلهم. كما استأذن الذين من قبلهم. كما استأذن الذين من قبلهم. كذلك يبين الله لكم آياته والله عليم حكيم. والقواعد من النساء اللاتي لا يرجون نكاحا. നിക്കാഹ് നിർത്തരുത്. നിർത്തുമ്പോ നിക്കാഹ് നിർത്തുമ്പോ നിക്കാഹ്. لا يرجون نكاحا فليس عليهن جناح أن يضعن
കണ്ട നമ്മൾ ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ, ഒരു വാക്ക് കിട്ടുന്നില്ലെങ്കിൽ തൊട്ടുമുമ്പ് തന്നെ നിർത്തണം. ഇടയിൽ കൊണ്ടുപോയിട്ട് വാക്കിൻ്റെ ഇടയിൽ ഇടാൻ പറ്റില്ല. നിർത്തുമ്പോൾ നല്ല കോലത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു വാക്കിനെ നിർത്തണം. ഫലൈസ അലൈഹിന്ന, ഫലൈസ അലൈഹിന്ന, ഫലൈസ അലൈഹിന്ന, وليس عليهن جناح أن അന്നല്ലല്ലോ അവിടെ ഇൽഹാറല്ലല്ലോ, നൂന്റെ മുകളിൽ സുക്കൂനുണ്ടോ? യാ ഇൽഹാറിന്റെ അക്ഷരമല്ല, യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അപ്പൊ അൻ യളഅന എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ജുനാഹുൻ അൻ യളഅന. നമ്മള് പറഞ്ഞു ഇൽഹാറിന്റെ സ്ഥലമാണെങ്കിൽ സാക്കിന നൂന്റെ മുകളിൽ സുക്കൂന്റെ ചിഹ്നം ഇട്ടുകൊടുത്തിട്ടുണ്ടാകും. ഇവിടെ സുക്കൂൻ ഉണ്ടോ നൂന്റെ മുകളിൽ? അതെ അതെ. രണ്ടിന്റെയും സ്ഥലം സെയിം ആണ്, പക്ഷെ ഖ എന്ന് പറയുന്ന സമയത്ത് എന്ത് കാറ്റ് പുറത്തു വരണം, ഖ എന്ന് പറയുന്ന സമയത്ത് കാറ്റ് പുറത്ത് വരില്ല. റായിനെ കനിപ്പിക്കണോ നിർപ്പിക്കണോ? കസ്ര വരുന്ന സമയത്ത് റായിനെ കനിപ്പിക്കണോ നിർപ്പിക്കണോ? ഗൈറ എന്ന് പറയരുതല്ലോ. മുത്തബറി അല്ലല്ലോ, മുത്തബരി. റായിന് കസ്ര വരുന്ന സമയത്ത് നിർപ്പിക്കണം, മുത്തബരി. യെസ്. وأن يستعففن خير لهن. خير لهن നിർത്താൻ പറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. وأن يستعففن خير لهن. ശദ്ദുള്ള നൂനല്ലേ? അതെ. وأن يستعففن خير لهن. വീണ്ടും ഖൈറുന്ന് തൻവീന് കേട്ടു, തൻവീന് കേൾക്കരുത് എന്ന് നമ്മൾ കുറേ വട്ടം പറഞ്ഞു. ലാമല്ല ശേഷം പിന്നെ ആവർത്തിച്ച് വരാൻ പാടില്ല. വല്ലാഹു സമീഉൻ അലീം. വല്ലാഹു സമീഉൻ അലീം. വല്ലാഹു സമീഉൻ അലീം. Yes. ليس على الأعمى حرج ليس على الأعمى حرج ولا على الأعرج حرج. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ 5 ഖാഫ് ഖാ ബാ ജീം ദാൽ. ഖുത്ബ് ജദ്ന്ന് കൂട്ടി പറയും. ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും കൽക്കലത്ത് കൊടുക്കാൻ പാടില്ല. ഈ 5 അക്ഷരങ്ങൾക്ക് കൽക്കലത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സുക്കൂൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. ليس على الأعمى حرج ولا على الأعراج حرج. അഅറാജി എന്നല്ലോ, അഅറാജി എന്നുണ്ടാ? ولا على الأعرج حرج. ولا على الأعرج حرج. ഹറജ് അല്ല, ഹറജ്. ചാ വരുന്ന സമയത്ത് പ്രശ്നമാണ്. നാവിന്റെ നടുമേൽ അണ്ണാക്കിലേക്ക് തട്ടിയിട്ടാണ് ജ വരേണ്ടത്. ജ ജി ജു ചാ വരുന്നത്. ഹറജ് ജി. ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا. അങ്ങനെ നമ്മൾ ശ്വാസം മുട്ടി പോകണ്ട. ശ്വാസം മുട്ടുന്നതിന് മുമ്പത്തെ വാക്കിൽ തന്നെ നിർത്തണം. ശ്വാസം മുട്ടിയിട്ട് നിർത്തരുത്, മുട്ടുന്നതിന് മുമ്പേ നിർത്തണം. വല അല അൻഫുസിക്കും. വല അല അൻഫുസിക്കും അൻ തഅകുലൂ മിൻ ബുയൂതിക്കും ഔ ബുയൂതി ആബായിക്കും ഔ ബുയൂതി ആബായിക്കും ഔ ബുയൂതി ഉമ്മഹാതിക്കും ഔ ബുയൂതി ഇഖ്വാനിക്കും
أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أعمامكم أخوالكم أعمامكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم صديقي لا أو ما ملكتم مفاتحه أو صديقكم أو ما ملكتم مفاتحه أو صديقكم مفاتحه വലിയ മദ് ഔ ചെറിയ മദ് صديقي എന്നുണ്ട് صديقكم أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا أن تأكلوا جميعا أو أشتاتا أن تأكلوا جميعا أو أشتاتا أشطاطا لا أو أشتاتا أن تأكلوا جميعا أو أشتاتا أن تأكلوا جميعا أو أشتاتا തേണ് എന്ന് പറയുമ്പോൾ കനം വരാൻ പാടില്ല, കാറ്റ് പുറത്ത് വരണം. ഔ أشتاتا فإذا دخلتم دخلتم بيوتا അല്ല دخلتم فإذا دخلتم بيوتا فإذا دخلتم بيوتا دخلتم فإذا دخلتم بيوتا وإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله تحية حأنا يا أنا تحية من عند الله تحية من عند الله مباركة ألا مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون نقول كذلك يبين الله لكم الآيات لعلكم تعقلون لعلكم تعقلون لعلكم تعقلون. حسبك أحسنت مبروك بارك الله. നിയമങ്ങളൊക്കെ ഒന്ന് മറച്ചു നോക്കണം കേട്ടോ. നമ്മളന്ന് പഠിപ്പിച്ച നിയമങ്ങളൊക്കെ, സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും സാക്കിനായ മീമിന്റെ നിയമങ്ങളൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്. നോക്കലില്ല അല്ലേ? സമയം കിട്ടുന്ന സമയത്ത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടിരിക്കും. നോക്കുമ്പോഴാണ് അതൊന്ന് പൊടി തട്ടി എടുക്കണ്ട. അപ്പോഴില്ല ക്ലിയർ ആവില്ല ഒത്ത്. അല്ല, ഓതുന്നതിലല്ല, നിയമങ്ങൾ പാലിച്ച് ഓതുന്നതിലാണ് കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ നമ്മൾ ഒരു ജ്യൂസോ അര ജ്യൂസോ ഓതുന്നല്ല. നമ്മൾ ഈ പഠിപ്പിച്ച നിയമം അനുസരിച്ച് ഒരു പേജ് ഓതുകയാണെങ്കിലും അതൊരു ബർക്കത്തുള്ള ഓത്തായിരിക്കും. നമ്മളെ
പഠിച്ച നിയമങ്ങൾക്ക് ബെനിഫിഷ്യലുമായിരിക്കും. അതല്ലാതെ നമ്മൾ ഓതിയിട്ട് കാര്യമില്ല. കുറേ ഓതി പക്ഷെ അത് നമ്മൾ നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പണ്ടത്തെ ഓത്താണ് ഓതുന്നതെങ്കിൽ നോ യൂസ്, നോ യൂസ്. നമ്മൾ എവിടെ എത്തി? കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ ഷാനിക്ക മാത്രം വരാന്നുള്ളത് കൈവണ്ടിച്ച്, അപ്പൊ നിങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ക്ലാസ് നടത്തി, ഒന്നിച്ച് കിട്ടിയാലേ കാര്യമുള്ളൂ. നമ്മൾ എവിടെയാ എത്തിയത്? ഫിഖ്ഹിൽ എവിടെയാ എത്തിയത്? നമ്മള് ഫിഖ്ഹിൽ എവിടെയാ എത്തിയത്? നമ്മള് വുളൂ മുറിയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അത് എഴുതിയോ? വുളൂ മുറിയുന്ന 4 കാര്യങ്ങൾ നവാഖിദുൽ വുളൂഇ അർബഅത്ത്. വുളൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് ഖുറൂജ് ശൈഇൻ ഗൈരി മനിയിഹി, അല്ലേ? മനിയല്ലാത്ത വല്ലതും മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും എന്താണെങ്കിലും അത് പുറപ്പെടുക. അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞത്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോവുക, എന്നാലും വുളൂ മുറിയും. ഭ്രാന്ത് കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ഉറങ്ങിയിട്ടോ അതല്ലാതെ മറ്റു പല രൂപങ്ങളിലൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിക്കഴിഞ്ഞാൽ, സർജറി ചെയ്യുന്ന സമയത്ത് ബോധം കെടുത്തി എന്നാലും, അല്ല ഭ്രാന്തായിട്ട് ബോധം പോയി എന്നാലൊക്കെ വുളൂ മുറിയും. മൂന്നാമത്തേത് മനുഷ്യൻ്റെ എന്താണ്, പള്ള കൊണ്ട്, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ ഭാഗം തൊടുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ ഭാഗം തൊടുക. എന്നാലും എന്താവും? വുളൂ മുറിയുന്നതാണ് അർത്ഥം. മനുഷ്യൻ്റെതാണ് കേട്ടോ, അത് മയ്യത്തിൻ്റെതാണെങ്കിൽ ഓക്കെ, മയ്യത്തിൻ്റെതാണെങ്കിലും വുളൂ മുറിയുന്നതാണ്. പിന്നെ നമ്മൾ നാലാമതായിട്ട് പറഞ്ഞത് എന്ത്? മുതിർന്നവരായ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക, മുട്ടുക, എന്നാലും വുളൂ മുറിയും. അപ്പോൾ നമ്മളതൊന്ന് പിന്നെ മുടി, രോമങ്ങൾ, മുടി, പല്ല്, നഖം, കണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ശരീരം തൊലി തമ്മിൽ ചേരുക എന്നുള്ളതല്ലേ പറഞ്ഞത്? അതേപോലെ നസബ്, റളാഅ്, മുസാഹറ, അത് നമ്മൾ പറഞ്ഞിരുന്നു. നസബ് എന്ന് പറഞ്ഞാൽ രക്തബന്ധം, റളാഅ് എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം, മുസാഹറ എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധം. അതിലൂടെയുള്ള മെഹ്റമിനെ തൊട്ടാലും വുളൂ മുറിയില്ല. രക്തബന്ധത്തിലുള്ള മെഹ്റം, സ്ത്രീ പുരുഷന്മാരായ മെഹ്റമുകൾ പരസ്പരം തൊട്ടാൽ വുളൂ മുറിയില്ല. മുലകുടി ബന്ധത്തിലുള്ള മെഹ്റമിനെ തൊട്ടാലും വുളൂ മുറിയില്ല. വിവാഹ ബന്ധത്തിലൂടെയുള്ള മെഹ്റം, ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാലും എന്താവില്ല? വുളൂ മുറിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് മാ ചില കാര്യങ്ങൾ യുന്തബു മിൻഹു, അക്കാര്യങ്ങളാൽ സുന്നത്താണ് അൽ വുളൂ, വുളൂ. ചില കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. മാ ചില കാര്യങ്ങൾ യുന്തബു മിൻഹു, അക്കാര്യങ്ങൾ മുഖേന സുന്നത്താക്കപ്പെടും അൽ വുളൂ, വുളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്, വുളൂ മുറിയില്ല. അതിനുശേഷം വുളൂ ചെയ്യൽ സുന്നത്താണ്. മനസ്സിലായി? രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് യുന്തബുൽ വുളൂ, വുളൂ സുന്നത്താണ്. മിൻ ഉമൂരിൻ, ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വുളൂ സുന്നത്താണ്. വുളൂ മുറിയുന്നതല്ല, പക്ഷെ വുളൂ ചെയ്യൽ എന്താണ്? അക്കാര്യം നടന്നതിന് ശേഷം വുളൂ ചെയ്യൽ സുന്നത്താണ്. മിൻഹാ, അക്കാര്യങ്ങളിൽ പെട്ടതാണ്. ഒന്ന് ഫസ്ദ്, എഴുതിക്കോ. ഫസ്ദ് എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക. ഫസ്ദ് പണ്ട് എന്താണ്, ശരീരത്തിലുള്ള കേടായ രക്തങ്ങൾ പുറത്ത് കളയാൻ വേണ്ടി എന്ത് ചെയ്യും? പൈപ്പ് പോലെയുള്ള ഒരു കൊമ്പ് ഇങ്ങനെ ശരീരത്തിൽ വെക്കും. എന്നിട്ടോ കേടായ രക്തം പുറത്തെടുത്ത് കളയും.
അപ്പോൾ ഫസ്റ്റ് എന്തൊരു തെറാപ്പി അത് കപ്പിംഗ് തെറാപ്പി, അത് കുത്തിവെപ്പ് ഇപ്പം ഉണ്ട്, ഹിജാമ കുത്തിവെപ്പ്, അതെ അത് ഹിജാമ രണ്ടാമത് ആ പറയുന്നുണ്ട്. വൽ ഹിജാമത്തു, ഹിജാമയുമാണ് അഥവാ കപ്പിംഗ് തെറാപ്പി, കുത്തിവെപ്പ്. ആ ഇതെന്താണ് ഹിജാമയും ഫസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഹിജാമ എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി കൊണ്ട് കുറേ കുത്തി ഓട്ടയാക്കിയിട്ട് എന്നിട്ടൊരു കപ്പ് വെക്കുന്നു, രക്തം വലിച്ചെടുക്കുന്നു. ഫസ്ത് എന്ന് പറഞ്ഞാൽ വലിയ തുളയാക്കുന്നു, ശരീരത്തിൽ ചില ഭാഗങ്ങൾ തുളയാക്കിയിട്ട് രക്തം പുറത്തെടുക്കുന്നു. അതാ വ്യത്യാസം. ശരിയല്ല, ഒന്ന് കൊമ്പ് വെക്കുക, മറ്റൊന്ന് കുത്തി വെക്കുക. കുത്തി വെച്ച് രക്തം എടുക്കുക, മറ്റൊന്ന് കൊമ്പ് വെച്ച് രക്തം എടുക്കുക. അത് രണ്ടും ചെയ്തു കഴിഞ്ഞാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. കൊമ്പ് വെക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറവാണ്, റെയറാണ്. ഹിജാമ കപ്പിംഗ് തെറാപ്പി വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. വഖസ്സു ദുഫ്രിൻ, നഖം വെട്ടിക്കഴിഞ്ഞാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. നഖം വെട്ടിയാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. വശാരിബി, മീശ വെട്ടി വശാരിബി മീശ വെട്ടിയാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. വഹൽഖുർ റഅസി, തല വടിച്ചാലും തല മുണ്ടനം ചെയ്താലും വുളൂ ചെയ്യൽ സുന്നത്താണ്. തല മുണ്ടനം ചെയ്യുക, തല മുണ്ടനം ചെയ്യുക. വഖൈഉൻ, ഛർദിച്ചാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. ഖൈ എന്ന് പറഞ്ഞാൽ ഛർദി. അതേപോലെ ഹംലു മയ്യിത്തിൻ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ട വീട്ടിൽ പോയിട്ട് മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവരും അല്ലേ, എന്തില്, മയ്യത്ത് കട്ടിലിൽ. ആ മയ്യത്തിനെ വഹിച്ചാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. മയ്യത്തിനെ വഹിച്ചു കഴിഞ്ഞാൽ, കാരണം ദേഹത്തിൽ നിന്നും ദേഹി പോയ മയ്യത്തല്ല അത്, റൂഹ് പോയ മയ്യത്താണല്ലോ. റൂഹ് പോയി കഴിഞ്ഞാലാണ് മയ്യത്താകുന്നത്. ആ മയ്യത്തിനെ തൊട്ടാലും ആ മയ്യത്തിനെ വഹിച്ചു കൊണ്ടുവന്നാലൊക്കെ വുളൂ ചെയ്യൽ സുന്നത്താണ്. ഹംലു മയ്യിത്തിൻ, മയ്യത്തിനെ വഹിച്ചാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. വമസ്സുഹു, ആ മയ്യത്തിനെ തൊട്ടാൽ, നമ്മൾ മരണപ്പെട്ടു, ആരും ആവട്ടെ, മരണപ്പെട്ടു, നമ്മളെ ഭാര്യ മരണപ്പെട്ടു, കൂട്ടുകാരൻ മരണപ്പെട്ടു, നമ്മൾ പോയിട്ട് മുത്തി, നമ്മൾ പോയി തൊട്ടു എങ്കിൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? അതേപോലെ വമസ്സുൽ ഖുൻസൽ മുഷ്കിലി, വമസ്സുൽ ഖുൻസൽ മുഷ്കിൽ, ഹിജഡ എന്ന് പറയുന്നില്ലേ, ഇന്റർസെക്സ് എന്ന് പറയുന്ന സാധനം, ബയോളജിക്കലി സെക്ഷൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ, ചിലപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ എന്തുണ്ടാവും, സെക്ഷൽ ഓർഗൻസ് ഉണ്ടാവും. അവരെ കുറിച്ചാണ് ഖുൻസ എന്ന് പറയുന്നത്, ഹിജറ എന്ന് പറയുന്നത്. അപ്പം മുഷ്കില ചിലപ്പം എന്താണ് പെണ്ണിനോട് സാമ്യമുള്ള, പെണ്ണിനെ പോലെയുള്ള ഹുൻസ ഉണ്ടാവും, ആണിനെ പോലെയുള്ള ഹുൻസ ഉണ്ടാവും, ചിലപ്പോൾ തിരിയാണ്ടായ ഹുൻസ ഉണ്ടാവും. ശരിയല്ല, ആണിനെ പോലെയുള്ള ഹുൻസയാണെങ്കിൽ തൊട്ടാൽ വുളൂ മുറിയില്ല, പെണ്ണിനെ പോലെയുള്ള ഹുൻസയാണെങ്കിൽ തൊട്ടാൽ വുളൂ മുറിയും. ഇനി ആണും അല്ല പെണ്ണും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ചില ആളുകൾ, ചില ഹുൻസ ശരിയല്ല തിരിയാത്ത അവസ്ഥ. അതാണ് മുഷ്കിൽ, ഇഷ്കാൽ ഉണ്ടാക്കുന്ന ഹുൻസ എന്നർത്ഥം, സംശയാസ്പദമായ ഹുൻസ. ആ ഹുൻസയെ തൊട്ടാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. കാരണം എന്താണ്, ആണാവാനുള്ള സാധ്യതയുണ്ട്, പെണ്ണാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പോയിട്ടൊരു ഹുൻസയെ തൊട്ട് കഴിഞ്ഞാൽ ആ ഹുൻസ ആണാവാനും സാധ്യതയുണ്ട്, പെണ്ണാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, എന്നാൽക്ക് വുളൂ സുന്നത്താണ്. ആണാവാൻ സാധ്യത ഉണ്ടെങ്കിൽ പെണ്ണും ആവാൻ സാധ്യത ഉണ്ടല്ലോ. ഒരു പെണ്ണാണ് പോയി തൊടുന്നതെങ്കിൽ പെണ്ണാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആണാവാനുള്ള സാധ്യത ഉണ്ടല്ലോ, എന്നാൽക്ക് വുളൂ കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ അമ്രദിനെ തൊട്ടാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. അമ്രദ് എന്ന് പറഞ്ഞാൽ മീശ മുളക്കാത്ത ചെറിയ കുട്ടികൾ, വകതിരി വെത്തിയിട്ട് മീശ മുളക്കാത്ത ചെറിയ കുട്ടികൾ. ശരിയല്ലേ, പെണ്ണിൻ്റെ കൂടെ ഒരു ഷെയ്ത്താനാണെങ്കിൽ അമ്രദിൻ്റെ കൂടെ 5 ഷെയ്ത്താൻ എന്നാണ് ഉലമാവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെണ്ണിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ത്, അമ്രദ്, മീശ മുളക്കാത്ത ചെറിയ കുട്ടികൾ. നമ്മളെ മക്കളോ മരുമക്കളോ ഓരെക്കുറിച്ചല്ല പറയുന്നത്, പുറമേയുള്ള കുട്ടികൾ, മീശ മുളക്കാത്ത ചെറിയ കുട്ടികൾ, അവരെ തൊട്ടാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. വസ്സഗീറത്തി, ചെറിയ പെൺകുട്ടികളെ തൊട്ടാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. ചെറിയ പെൺകുട്ടികൾ, അവരെ തൊട്ടാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. വൽ അബ്റസി, അബ്റസ് പറഞ്ഞാൽ കുഷ്ഠരോഗം, അല്ലെങ്കിൽ എന്താണ്, അബ്റസ് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് പിടിച്ച, ശരിയല്ലേ, വെള്ളപ്പാണ്ട് രോഗിയെ തൊട്ടാലും എന്താണ്, വുളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ഹുൻസയിനെ തൊട്ടാൽ, ഹിജഡ സംശയാസ്പദമായ, പുരുഷനും സ്ത്രീയും എന്താണ് രണ്ടിലും പെടുത്താൻ പറ്റാത്ത, രണ്ടും സംശയമാണെന്ന് ഉള്ള ഹുൻസയെ തൊട്ടാലും ഹിജറയെ തൊട്ടാലും വുളൂ കൊടുക്കൽ സുന്നത്താണ്. ചെറിയ മീശ വളക്കാത്ത ആൺകുട്ടികളെ തൊട്ടാലും വുളൂ കൊടുക്കൽ സുന്നത്താണ്. പിന്നെയോ ചെറിയ പെൺകുട്ടികൾ, എന്താണ് വികാരത്തിൻ്റെ പ്രായം എത്താത്ത, ശരിയല്ലേ, ശാരീരികമായ വളർച്ചയില്ലാത്ത, വൈകാരികമായ പ്രായം എത്താത്ത ചെറിയ പെൺകുട്ടികളെ തൊട്ടാലും വുളൂ കൊടുക്കൽ സുന്നത്താണ്. വെള്ളപ്പാണ്ട് രോഗിയെ തൊട്ടാലും വുളൂ കൊടുക്കൽ സുന്നത്താണ്. വലിയ പെൺകുട്ടിയെ തൊട്ടാൽ,
എന്ന് പറഞ്ഞാൽ എന്താണ് വൈകാരികമായ പിന്നെ അവസ്ഥകളൊക്കെ ശരീരത്തിൽ വന്ന പെൺകുട്ടിയെ തൊട്ടാൽ ഉളു കൊടുക്കൽ നിർബന്ധമായി, ഉളു മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 4-5 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ തൊട്ടാൽ ഉളു കൊടുക്കൽ സുന്നത്താണെന്ന് അർത്ഥം. 5 വയസ്സിനൊക്കെ ശേഷമായെങ്കിൽ പിന്നെ തൊട്ടാൽ ഉളു മുറിഞ്ഞു. അതേപോലെ വൽ കാഫിരി, കാഫിറിനെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ ഉളു മുറിയുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോൾ മുതിർന്നവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക എന്നാണ് പറഞ്ഞത് ഉളു മുറിയുന്ന കാര്യത്തിൽ. അപ്പോൾ രണ്ടുപേരും മുതിർന്നവരാണെങ്കിലാണ് എന്താകുന്നത് ഉളു മുറിയുന്നത്. പെൺകുട്ടി ചെറുതാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് തൊടുന്നത് ചെറിയ ആൺകുട്ടിയാണ് എങ്കിലൊന്നും ഉളു മുറിയില്ല. രണ്ടും മുതിർന്നവരാകുമ്പോഴാണ് ഉളു മുറിയുന്നത്. അതേപോലെ വൽ കാഫിരി, കാഫിറിനെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. വൽ ആനതി, ഗുഹ്യരോമം തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. ഗുഹ്യരോമം തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. വൽ ഉൻസയൈനി, 2 വൃഷ്ണങ്ങളെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. 2 വൃഷ്ണങ്ങളെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ വഅസ്ലിൽ ഫഖ്ദി, തൊടയുടെ തുടക്കം, തൊട തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ, തൊടയുടെ താഴ്ഭാഗമല്ല, നമ്മളെ പിന്നെ ഗുഹ്യ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന തൊടയുടെ ഭാഗമുണ്ടല്ലോ, തൊടയുടെ തുടക്കം, ആ തൊടയുടെ മുരട് എന്ന് പറയുന്നത്, ആ തൊടയുടെ മുരട് തുടക്കം ഭാഗത്തെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. ഉൻസൈ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിക്കിൾസ്, 2 വൃഷ്ണങ്ങളെ തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ ബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും ഉളു കൊടുക്കൽ സുന്നത്താണ്. ഡയറക്റ്റ് കൊള്ളണം കേട്ടോ കൈ, നമ്മളെ എന്താണ് പിന്നെ മറയില്ലാണ്ട് സ്പർശനമേറ്റാലാണ് ഉളു കൊടുക്കൽ സുന്നത്താകുന്നത്, ചന്തിയുടെ ഉൾഭാഗം. പിന്നെ വുളു മുറിയുന്ന എപ്പോഴാണ്? ചന്തിയുടെ ഉൾഭാഗത്തോട്ട് വുളു മുറിയുന്ന എപ്പോഴാണ്? അത് ആ വട്ടക്കണ്ണിയിൽ തട്ടുമ്പോഴാണ് വുളു മുറിയുന്നത്, ശരിയല്ലേ? പിന്ദ്വാരത്തിൻ്റെ ആ വട്ടക്കണ്ണിയിൽ തട്ടുമ്പോഴാണ് വുളു മുറിയുന്നത്. ബാക്കി ആ ഉൾഭാഗത്തേക്ക് തൊട്ടാൽ വുളു കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ വശായിരിൽ അജ്നബിയത്തി, അന്യ സ്ത്രീയുടെ പിന്നെ രോമത്തിൽ തൊട്ടാൽ വുളു മുറിയോ? നമ്മൾ നേരത്തെ തൊലികൾ തമ്മിൽ ചേർന്നാൽ വുളു മുറിയുന്നത്, അത് പുറത്താക്കിയല്ല നേരത്തെ, രോമം പുറത്താക്കി, പല്ല് പുറത്താക്കി, നഖം പുറത്താക്കി, മുറിയില്ല, പക്ഷെ അവിടെ സുന്നത്താണ്. അതാണ് വശായിരിൽ അജ്നബിയത്തി, എന്താണ് അന്യ സ്ത്രീയുടെ രോമത്തിൽ തൊട്ടാൽ വുളു കൊടുക്കൽ സുന്നത്താണ്. വളുഫ്രിഹ, അവളുടെ നഖത്തിൽ തൊട്ടാലും വുളു കൊടുക്കൽ സുന്നത്താണ്. വസിന്നിഹ, അവളുടെ പല്ലിൽ തൊട്ടാലും. അപ്പം അന്യ സ്ത്രീയുടെ പല്ല്, അന്യ സ്ത്രീയുടെ നഖം, അന്യ സ്ത്രീയുടെ രോമങ്ങൾ വുളു മുറിയില്ലെങ്കിലും വുളു കൊടുക്കൽ സുന്നത്താണ്. ഇത്ര മതി. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന. അതൊന്ന് നോക്കട്ടെ, വേറെ ക്ലാസ് ഉണ്ട് ഇപ്പോൾ. നാളെ വെള്ളിയാഴ്ച അല്ലേ? മൂപ്പരും കൂടെ ഒന്ന് നോക്കട്ടെ, രണ്ടാളും വന്നെങ്കിൽ കാര്യമുള്ളൂ കേട്ടെ. ഓക്കെ, അതൊന്ന് വായിച്ചു ചോദിക്കോ. വലൈക്കും അസ്സലാം. ആ കിതാബ് ഉണ്ടല്ലോ കയ്യിലല്ലേ? കിതാബ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ?